കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരും കേട്ടോ. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയൊക്കെയാണ്, അപ്പോൾ അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ പോയിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കുക. അപ്പോൾ അങ്ങനെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മഞ്ജുള വാരസ്യാരെയും അതേപോലെ ഭഗവാന്റെ വാഹനമായ ഗരുഡനെയും സതീർത്ഥ്യനായ സുധാമാവിനെയൊക്കെ കണ്ട്, അതായത് കുചേലനെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനോട് സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോൾ ആ താഴത്തെ ചുവരിലേക്ക് നോക്കിയാലേ ആ കാളിയമർദ്ദന രൂപം കാണാം. ഒരു വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഗോപുരവാതിൽ കടന്നകത്തേക്ക് വരിക. അങ്ങനെ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവിയൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ ആ പീഠവും കെടാവിളക്കൊക്കെ കാണാം. അതേപോലെ വലതുവശത്ത് ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ പ്രകാശം. ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഒരു തടിച്ചുരുണ്ട ഒരു ഉണ്ണി കേട്ടോ. അങ്ങനെ അരയിൽ അരമണി കാണാണ്ട്, കിങ്ങിണി കാണാണ്ട്. അതേപോലെ തന്നെ മുകളിലേക്ക് നോക്കിയാൽ കുറച്ചൊക്കെ കുമ്പൊക്കെ ഇങ്ങനെ കുറച്ച് വീർത്തിട്ടുണ്ട്. നേദ്യമൊക്കെ കഴിഞ്ഞ സമയമല്ലേ, അപ്പോൾ എല്ലാം കഴിച്ചിട്ട് അങ്ങനെ കാതിൽ ചെവിപ്പൂക്കൾ കാണാണ്ട്, അതേപോലെ കഴുത്തിൽ ഒരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. വലത്തെ കയ്യിൽ വെണ്ണൂറിലുണ്ട്, ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലുണ്ട്. വെറുതെ അല്ല ചിരിച്ചും കൊണ്ട് നിൽക്കണത്. രണ്ടും അവനവന് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് നമ്മളെ കൂടി കാണിക്കുകയാണ്. എനിക്കെൻ്റെ വെണ്ണൂറിലുണ്ട്, പൊന്നോടക്കുഴലുണ്ട് കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ നല്ല പുഞ്ചിരിയാണ്. അതേപോലെ ആ തിരുനെറ്റിയിലൊരു ഗോപീതിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കളഭം കൊണ്ട് കിരീടം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു പീലിയും ചാർത്തിയിട്ടുണ്ട്. എല്ലാം കളഭം കൊണ്ടാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. പിന്നെ 2 തിരുമുടിമാല ഉണ്ട്. ഒന്ന് തെച്ചി തുളസി വെളുത്ത പൂവ്, പിന്നെ ഒന്നുള്ളത് തെച്ചിയുണ്ട്, കുറച്ച് വെളുത്ത പൂവുണ്ട്. അങ്ങനെ അതേപോലെ 2 ഉണ്ടമാലയുണ്ട്. ഉണ്ടമാല ഒന്ന് നല്ല തടിച്ച ഉണ്ടമാല, അതും തെച്ചി തുളസി വെളുത്ത പൂവ്. അടിയിലേക്ക് പാദത്തിൻ്റെ അവിടെ എത്തുമ്പോൾ നല്ല തുളസികൾ, ആ തുളസിപ്പൂവിൻ്റെ. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ രണ്ടാമത്തേൽ തെച്ചിയും തുളസിയും വെളുത്ത പൂവും താമരയും കൂടിയിട്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിൽക്കുകയാണ്. സോപാനപ്പടിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ നന്നായിട്ട് കണ്ടോളൂ കേട്ടോ. ആ ഭഗവാന്റെ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തെ കണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ അവിടുന്ന് തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ചുവരിൻ്റെ മുകളിലേക്ക് നോക്കി ആലിലക്കണ്ണനെ കാണാം. പിന്നീട് സപ്തമാതാക്കളെയും കണ്ട് തൊഴുത് നേരെ ഗണേശനെ കാണാനായിട്ട് വരാം. ഗണേശൻ്റെ അടുത്ത് എത്തുമ്പോൾ കളച്ചാർത്തായിരുന്നു, മുഖത്തൊക്കെ ചാർത്തിയിട്ടുണ്ട്, കൊമ്പ് തുമ്പിക്കൈയൊക്കെ നന്നായിട്ടുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്, ധാരാളം മാലകളുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക, സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് അങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിയുടെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് നേരെ അനന്തശായിയായ അനന്തപത്മനാഭനെ കാണാം. അവിടെ വരുമ്പോൾ ധാരാളം മാലകളുണ്ട്. മുല്ലപ്പൂവിൻ്റെ വെളുത്ത പൂവിൻ്റെ മാലകളുണ്ട്, കുറച്ച് താമര മാലകളുണ്ട്. പിന്നെ മുകളിൽ വിധാനമായിട്ട് നിറയെ തുളസി മാലകളുണ്ട്. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന ആ മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അത് കഴിഞ്ഞ് തൊട്ട് താഴെ ചിത്രം കാണാം, അതായത് ഭീഷ്മരുടെ ശരശയ്യ. അതും കണ്ട് നമ്മൾ നേരെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ
ഭാർഗവരാമനും ശ്രീരാമചന്ദ്രനും ബലരാമനും ശ്രീകൃഷ്ണനും അതേപോലെ മുരുകനൊക്കെ കണ്ട് തൊഴുത് പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഇന്നൊരു വെറ്റിലമാല ഉണ്ട്, അതേപോലെ കുറച്ച് കുങ്കുമമുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ അത് കഴിഞ്ഞ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുതാം. പിന്നീട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. തൊട്ടടുത്തുള്ള താമരക്കണ്ണനെയും കണ്ട് തൊഴാം. പിന്നീട് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരും അതേപോലെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറയും കിടാവളക്കൊക്കെ കണ്ട് തൊഴുത് അടുത്ത അറയിലെത്തുമ്പോൾ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതിനുശേഷം ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അവിടെ എത്തുമ്പോഴും കുറച്ചൊക്കെ തിരക്കുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അമ്മയ്ക്കും ഗോളകയാണ്. താഴത്ത് ഒരു ചുവന്ന പട്ടുടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം മാലകളുണ്ട്, തെച്ചിപ്പൂവിൻ്റെ മാല, തുളസി മാലകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അമ്മയെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി മമ്മിയൂർ പോകുന്നതായിട്ട് സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. അതിനുശേഷം നമ്മളങ്ങനെ വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കാനായിട്ട് ആ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. ആ വെണ്ണക്കണ്ണനെ വെണ്ണയും പൊന്നോടക്കുഴലും പിടിച്ച് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിലും വന്ന ആ കിടാവിളക്ക് കാണാം, അതൊന്ന് കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയെ കാണാം. അയ്യപ്പസ്വാമിയുടെ അവിടെ നിന്നും അയ്യപ്പസ്വാമി നല്ല സുന്ദരൻ തന്നെ കേട്ടോ. പീലിയും പൊന്നോടക്കുഴലൊക്കെ എടുത്തിട്ട് തന്നെയാണ്, നല്ല രസമായിട്ടുണ്ട്. പിന്നെ ധാരാളം മാലകളുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്തു വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ടു തൊഴുത് നേരെ നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കിലേക്ക് നോക്കിയാൽ കാളിയമർദ്ദന രൂപിയെ കാണാം, കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ നാരായണാലയത്തിൽ പോയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ടു തൊഴുത് വീണ്ടും നമ്മൾ ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നീട് തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതി ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.